നമസ്കാരം. മലയാള സിനിമയിൽ ലഹരി ഉപയോഗം എന്നത് പരസ്യമായ ഒരു രഹസ്യവും ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ചർച്ചാ വിഷയവുമാണ്. താരങ്ങൾ, സാങ്കേതിക പ്രവർത്തകർ തുടങ്ങി സിനിമാ മേഖലയിലെ പലർക്കും ലഹരി ഉപയോഗമുണ്ടെന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടെ പുറത്തു വരാറുമുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ കുറവാണെങ്കിലും സിനിമാ മേഖലയിൽ ലഹരിയുടെ സ്വാധീനം പലപ്പോഴും വലിയ വിവാദങ്ങൾക്കും നിയമപരമായ നടപടികൾക്കും വഴിതെളിയിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗം സിനിമാ സെറ്റുകളിലെ പ്രവർത്തനങ്ങളെയും വ്യക്തികളുടെ പ്രകടനത്തെയും കാര്യമായി ബാധിക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമാണ്. പലപ്പോഴും പുതിയ തലമുറയിലെ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ലഹരി മാഫിയ ലക്ഷ്യമിടുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. താരങ്ങളുടെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും മാനസികാരോഗ്യത്തെയും കരിയറിനെയും ഈ ദുശീലം പ്രതികൂലമായി ബാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സിനിമാ മേഖലയെ കളങ്കപ്പെടുത്തുന്ന ഒന്നായും യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുന്നതായും ഇത് വിമർശിക്കപ്പെടുന്നു. ലഹരി മാഫിയ സിനിമാ മേഖലയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ ലഹരി ഉപയോഗം ഒരു സാമൂഹ്യ പ്രശ്നമെന്ന നിലയിൽ കൂടുതൽ ഗൗരവമായ ചർച്ചകളും നടപടികളും ഏറെ ആവശ്യമുള്ള വിഷയം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കൊച്ചിയിൽ MDMAയുമായി റിൻസി മുംതാസ് എന്ന യുവതി പോലീസിന്റെ പിടിയിലാകുന്നത്. സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന റിൻസി സിനിമാ മേഖലയിൽ വ്യാപകമായി ലഹരി ഒഴുക്കിയെന്നാണ് പോലീസ് പറയുന്നത്. പണിമുടക്ക് ദിവസം കാക്കനാട്ടെ ഫ്ളാറ്റിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കെത്തിയപ്പോൾ ലക്ഷ്യം റിൻസി ആയിരുന്നില്ല. റിൻസിയുടെ ആൺ സുഹൃത്ത് യാസർ അറഫാത്തിനെയായിരുന്നു ഡാൻസ് ഓഫ് ലക്ഷ്യമിട്ടത്. എന്നാൽ വലയിലായതോ സിനിമാ ലോകത്തെ തന്നെ ഡ്രഗ് ലേഡി എന്ന് അറിയപ്പെടുന്ന റിൻസിയും. യാസറിനൊപ്പം ഫ്ളാറ്റിൽ റിൻസിയും ഉണ്ടായിരുന്നു. സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ 20.55 ഗ്രാം MDMAയുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പാലച്ചുവടിയിൽ റിൻസിയുടെ പേരിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലായിരുന്നു ലഹരി വിൽപ്പന. ഇവിടെ നിരന്തരം സന്ദർശകർ എത്തിയിരുന്നെന്ന വിവരത്തെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘം പരിശോധിച്ചത്. തുടർന്ന് സംഘം റിൻസിയെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. റിൻസിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായും ഇടപെടലുകൾ നടത്തിയതിന്റെ വിവരങ്ങൾ ഇവരുടെ ഫോണിൽ നിന്നും പോലീസിന് ലഭിക്കുകയായിരുന്നു. സിനിമാക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറിയവർ ലഹരി വിൽപ്പന പതിവാക്കിയെന്നാണ് പോലീസ് കരുതുന്നത്. സിനിമാ പ്രൊമോഷൻ പരിപാടികളുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രൊമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനുകളും വൻതോതിൽ ലഹരി ഒഴുക്കിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തുവന്നു. MDMA മാത്രമല്ല, വില കൂടിയ കൊക്കൈനും റിൻസി കൈകാര്യം ചെയ്തിരുന്നു. 10 ലക്ഷം ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇവർ 5 കിലോയോളം MDMA കുറച്ചു കാലമായി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ചാറ്റും കോൾ ലിസ്റ്റും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2022 മുതൽ തന്നെ ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ തെളിവുകൾ കിട്ടിയിരുന്നില്ല. ഈ അടുത്ത കാലത്തുണ്ടായ ചില കേസുകളിൽ ഇവരും സംശയത്തിലായി. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഇതാണ് റിൻസിയെയും അറഫാത്തിനെയും കുടുക്കിയത്. ഇവർ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ റിൻസിയുടെ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അന്വേഷണം ഇവരിലേക്കും നീളും. സിനിമയുടെ പ്രൊമോഷൻ ജോലികളിലൂടെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. ആടുജീവിതം, കാട്ടാളൻ, മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സിനിമാ പ്രൊമോഷൻ സംബന്ധമായ പോസ്റ്റുകളുമായി സജീവമായിരുന്നു റിൻസി മുംതാസ്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയാണെന്നാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ അവകാശപ്പെട്ടിരുന്നത്. അതേസമയം യുവതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി ഈ സ്ഥാപനം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പേഴ്സണൽ മാനേജർ ഇല്ലെന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ് ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. താനുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും താൻ നേരിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നുമാണ് ആരോപണങ്ങളോട് പ്രതികരിച്ച നടൻ പറഞ്ഞത്. തന്നെക്കുറിച്ച് തെറ്റായതോ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും മാറി നിൽക്കണമെന്ന് ശക്തമായി അഭ്യർത്ഥിക്കുന്നു. അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുന്നത് കണ്ടാൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുകൂടെ ഉണ്ണിമുകുന്ദൻ മുന്നറിയിപ്പിൽ നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം വളരെ പരിചിതമായ കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ റിൻസി തന്റെ വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ഫോളോവേഴ്സിനെ നേടിയെടുത്ത ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അടുത്തിടെ നടൻ ഷൈൻടോ ചാക്കോയും ലഹരിയുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. 2015 മുതൽ തന്നെ ഷാനിന്റെ പേരിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കൊച്ചിയിലെ കടവന്ത്രയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റിൽ വെച്ച് നടൻ ഷൈൻടോ ചാക്കോ ഉൾപ്പെടെ 5 പേരെ കൊക്കൈൻ കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
പ്രമുഖ ബോളിവുഡ് നടി പ്രീതി ഷേണോയിയുടെ സഹോദരി അടക്കമുള്ള മോഡലുകളും അന്ന് അറസ്റ്റിലായിരുന്നു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കൊക്കൈൻ കേസുകൾ ഒന്നായിരുന്നു ഇത്. ഈ സംഭവം മലയാള സിനിമാ ലോകത്ത് വലിയ ഞെട്ടലുണ്ടാക്കി. ഷൈം ടോ ചാക്കോ അന്ന് കരിയറിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കേസിനെ തുടർന്ന് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വരികയും സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുക്കേണ്ടിയും വന്നു. പിന്നീട് ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസിന് നിരവധി പിഴവുകൾ സംഭവിച്ചതായി കോടതി കണ്ടെത്തുകയുണ്ടായി. ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് പരിശോധിച്ചില്ലെന്നും പ്രതികളെ പരിശോധിച്ചതിലും വനിതാ പ്രതികളെ കൈകാര്യം ചെയ്തതിലും വീഴ്ചയുണ്ടായെന്നും കോടതി നിരീക്ഷിച്ചു. 2015 ഫെബ്രുവരി 11 തെളിവുകളുടെ അഭാവത്തിൽ ഷൈം ടോ ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. എന്നാൽ ഈ വിധിക്ക് എതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ കൊക്കൈൻ കേസിന് പുറമെ സമീപകാലത്ത് മറ്റു ചില ലഹരി വിവാദങ്ങളിലും ഷൈം ടോ ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടെ താൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ലഹരി വിമോചന ചികിത്സ നേടാൻ തയ്യാറാണെന്നും ഷൈം ടോ ചാക്കോ എക്സൈസിനോട് പറഞ്ഞതായും വാർത്തകളുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ തുടർ ചികിത്സയ്ക്കായി പോകവേ നടന്ന കാർ അപകടത്തിൽ നടന്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഷൈം ടോ ചാക്കോയുടെ കരിയറിനെ വലിയ തോതിൽ ബാധിച്ചുവെങ്കിലും അദ്ദേഹം വീണ്ടും സിനിമകളിൽ സജീവമായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ലഹരി വിവാദങ്ങൾ അദ്ദേഹത്തിന് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയാം. മലയാള സിനിമയിൽ ലഹരി ഉപയോഗം ഒരു സംവാദ വിഷയമായി ഇന്നും നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ സുതാര്യതയും ശക്തമായ നടപടികളും ആവശ്യമാണെന്നുള്ള പൊതുസമൂഹത്തിന്റെ ആവശ്യം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. വെളിപ്പെടുത്തലുകളും അറസ്റ്റുകളും നടന്നിട്ടും ഈ ദുശീലം പൂർണ്ണമായും തുടച്ചു നീക്കാൻ സിനിമാ മേഖലയ്ക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സിനിമാ സെറ്റുകളിലെ ലഹരിയുടെ സ്വാധീനം സിനിമയുടെ ഗുണമേന്മയെയും സിനിമാ പ്രവർത്തകരുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുവതാരങ്ങൾക്കിടയിലും സാങ്കേതിക പ്രവർത്തകർക്കിടയിലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഭാവി തലമുറയ്ക്ക് തെറ്റായ മാതൃകയാവാതിരിക്കാൻ സിനിമാ ലോകം തന്നെ മുൻകൈയെടുത്ത് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഒടുവിൽ മലയാള സിനിമ അതിന്റെ സാമൂഹിക ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് ലഹരിമുക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാകണം. അധികാരികളുടെയും സിനിമാ സംഘടനകളുടെയും ശക്തമായ ഇടപെടലുകളുടെയും ലഹരിക്ക് അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിലൂടെയും മാത്രമേ ഈ വലിയ വെല്ലുവിളിയെ അതിജീവിക്കാൻ സാധിക്കൂ. മലയാള സിനിമയുടെ സുവർണ്ണ ഭാവിക്ക് ലഹരിയുടെ കറുത്ത നിഴൽ ഒരു ഭീഷണിയാകാതെ ഇരിക്കട്ടെ, അല്ലേ?